ഈ മുംബൈ തീവ്രവാദ ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്നലെ ഇന്ത്യയിലെത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ആ സമയം മുതൽ തന്നെ നമ്മളത് തത്സമയം കാണുന്നുണ്ട്. അയാളെ എത്തിച്ചതും പിന്നീട് അയാളെ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ നമ്മൾ സസൂക്ഷ്മം കണ്ടതാണ്. അതൊക്കെ വളരെ കൃത്യമായി തന്നെ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ് ഈ ദിവസം നമ്മൾ ആദ്യം പോകുന്നത്. കാരണം ഇത് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. ഇപ്പോൾ നിലവിൽ ഇയാൾ NIA കസ്റ്റഡിയിലാണ്. പട്യാല NIA കോടതിയാണ് 18 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. റാണയെ പുലർച്ചെ 1 മണിയോടെയാണ് NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നുണ്ട്. നമുക്കിപ്പം ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ കോടതി 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കസ്റ്റഡിയിലാണ് റാണ. 12 ഉന്നത ഉദ്യോഗസ്ഥർ, NIAയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇയാളെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയുമാണ്. ഈ റാണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇനി ഉത്തരം ലഭിക്കാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയത് എന്തായിരുന്നു? ഇയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? എവിടെയൊക്കെ സഞ്ചരിച്ചു? ആരെയൊക്കെ കണ്ടു? തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയാതിരുന്നയാളാണ് റാണ. അപ്പോൾ എങ്ങനെയാണ് NIA വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പറയാം ശരത്. ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നയതന്ത്ര വിജയമാണ് റാണയെ ഇന്ത്യയിൽ എത്തിക്കുകയും ഇപ്പോൾ NIAയുടെ അറസ്റ്റിൽ കസ്റ്റഡിയിൽ ലഭിക്കുകയും ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ റാണയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് NIA കരുതുന്നത്. കാരണം ആരാണ് ഇതിന്റെ പിറകിലുണ്ടായിരുന്നത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ആക്രമണം പ്ലാൻ ചെയ്തത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് ഇതിനു മുമ്പ് പ്ലാൻ ചെയ്യാനുള്ള തീരുമാനമെടുത്തത്, കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ എന്തിനു വേണ്ടി വന്നു, ഏതൊക്കെ സഹായങ്ങൾ ആരിൽ നിന്നൊക്കെ ലഭിച്ചു എന്ന് അടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് റാണയിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്നാണ് NIA കരുതുന്നത്. സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ 10:30 മണിയോട് കൂടിയാണ് റാണയെ NIA കോടതിയിൽ ഹാജരാക്കിയത്. അടച്ചിട്ട കോടതി മുറിയിൽ കോടതി റാണയുടെ അഭിഭാഷകനായി ഡൽഹി ലീഗൽ അതോറിറ്റി നിയോഗിച്ച അഭിഭാഷകനും അതേപോലത്തെ NIAയുടെ മുതിർന്ന അഭിഭാഷകരും ഉദ്യോഗസ്ഥരും ജഡ്ജിയും 2 കോർട്ട് ജീവനക്കാരും മാത്രമുള്ള അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടിക്രമങ്ങൾ. 20 ദിവസത്തെ റിമാൻഡ് കസ്റ്റഡിയാണ് NIA ചോദിച്ചത്. 18 ദിവസം അനുവദിച്ചു. ഇനി കൂടുതൽ വേണമെങ്കിൽ അതിനുശേഷം ഹാജരാക്കിയ ശേഷം കാര്യങ്ങൾ വീണ്ടും NIA ബോധ്യപ്പെട്ടത് കസ്റ്റഡി നീട്ടാമെന്നും ജഡ്ജി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും വളരെ ദീർഘനേരത്തെ കോടതി നടപടിക്രമങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വന്നു. കാരണം റാണയെ തിരിച്ചറിയേണ്ടിയുണ്ട്, റാണയുടെ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടി, ഇതൊക്കെ കോടതിയിൽ ഇന്നലെ രാത്രി നടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം മുംബൈയിലായിരിക്കില്ല ഈ കേസിന്റെ വിചാരണ എന്നാണ്. മുംബൈയിലല്ല, പാട്യാല NIA കോടതിയിലായിരിക്കും ഇനി ഈ കേസിലെ വിചാരണ നടക്കുക എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും റാണയെ ചോദ്യം ചെയ്യാൻ NIAയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെയുണ്ട്. ഇന്ന് 11 മണിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉന്നത ആഭ്യന്തര സെക്രട്ടറി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ NIA ഡയറക്ടർ അടക്കം പങ്കെടുക്കുന്നുണ്ട്. റാണയിൽ നിന്ന് ഏതൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്ന കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ വിവരങ്ങൾ ചോദിച്ചറിയണം എന്ന കാര്യങ്ങളിലൊക്കെ ഈ യോഗത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് സേതുലക്ഷ്മി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ ശരത്ത്, വ്യക്തമാണ്. തഹാവൂർ റാണയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് NIA തീരുമാനം. ഇന്നലെയാണ് അയാളെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പിന്നാലെ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ 18 ദിവസത്തെ കസ്റ്റഡിയിലുമാണ്.